ഹലോ ഓൾ, വെൽക്കം ടു ഒപ്റ്റിമൽ ഹെൽത്ത്. എൻ്റെ പേര് രാഘവൻ, സ്ഥലം കോഴിക്കോടാണ്. നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ വളരെ ഡിബേറ്റബിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. വേറൊന്നുമല്ല, പ്രോട്ടീൻ, മാംസ്യം എന്ന് പറയും. എനിക്ക് പ്രോട്ടീൻ്റെ ആവശ്യമുണ്ടോ? പ്രോട്ടീൻ കഴിച്ചാൽ ഞാൻ തടിക്കില്ലേ? വണ്ണം വെക്കില്ലേ? പ്രോട്ടീൻ കഴിച്ചാൽ കിഡ്നീനെയും ലിവറിനെയും കാര്യമായിട്ട് ബാധിക്കില്ലേ? എനിക്ക് പ്രോട്ടീൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരല്ലേ കൂടുതൽ പ്രോട്ടീൻ കഴിക്കേണ്ടത്. ഞാൻ പ്രോട്ടീനൊക്കെ കഴിക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ അങ്ങനെ വ്യായാമമൊന്നും ചെയ്യാത്ത ഒരാളാണ്. എനിക്ക് പ്രോട്ടീൻ്റെ ആവശ്യമുണ്ടോ എന്ന് പല ആൾക്കാരും ചോദിക്കുന്നതാണ്. ഇന്ന് റിയൽ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. എന്താണ് ആദ്യം മനസ്സിലാക്കുക? പ്രോട്ടീൻ്റെ റോൾ എന്താണ്? അതായത് നമ്മളെ ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത് കോശങ്ങൾ കൊണ്ടാണ്. അവർ ബോഡി ഈസ് മേഡ് അപ്പ് ഓഫ് സെൽസ്. ഈ കോശങ്ങളുടെ വളർച്ച, കോശങ്ങളുടെ പ്രത്യുൽപാദനം, ഈ കോശങ്ങളുടെ മെയിൻ്റെനൻസ്, കോശങ്ങളുടെ റിപ്പയർ, ചത്തുപോയ കോശം ശരീരത്തിൽ നിന്ന് ഒഴിവാക്കുന്നത്, ഇതെല്ലാം ചെയ്യുന്നത് പ്രോട്ടീനാണ്. ജസ്റ്റ് ലൈക്ക് എ ബിൽഡിംഗ് ബ്ലോക്ക്. പ്രോട്ടീൻ ഈസ് എ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് അവർ ഹ്യൂമൻ ബോഡി. അപ്പോൾ നമ്മളെ ശരീരത്തിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ സെൽസാണ്. ഈ സെൽസിൻ്റെ എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാ? മെയിനായിട്ടും പ്രോട്ടീനാണ്. ഓക്കെ, പ്രോട്ടീൻ ഡിസിൻറ്റിഗ്രേറ്റ്സ് ഇൻറ്റു അമിനോ ആസിഡ്സ്. അമിനോ അമ്ലങ്ങളായിട്ട് വിഘടിക്കുന്നു. ഇംഗ്ലീഷിൽ 26 അക്ഷരങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എത്ര വാക്കുകൾ ഉണ്ടാക്കാം? അതേപോലെ പ്രോട്ടീൻ വിഘടിക്കുന്നത് 22 അമിനോ അമ്ലങ്ങളായിട്ടാണ്. ഈ 22 അമിനോ ആസിഡ്സ് ഉപയോഗിച്ച് നമുക്ക് കോടാനുകോടി ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് പ്രോട്ടീൻ ഉണ്ടാക്കാം. അതിൽ 9 എണ്ണം വളരെ പ്രധാനപ്പെട്ട അമിനോ ആസിഡുകളാണ്. 13 എണ്ണം നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയും. ഇംഗ്ലീഷിൽ 5 എണ്ണം വവൽസ് എന്ന് പറയില്ലേ, AEIOU വവൽസ് എന്ന് പറയുന്ന പോലെ തന്നെ 9 അമിനോ ആസിഡ്സ് വളരെയധികം എസെൻഷ്യലാണ്. എന്തൊക്കെയാണ് പ്രോട്ടീൻ്റെ ധർമ്മം? എന്തൊക്കെയാണ് പ്രോട്ടീൻ്റെ ഫങ്ഷൻസ്? എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ, ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി നിയന്ത്രിക്കുന്നത് പ്രോട്ടീനാണ്. ഹോർമോണുകളുടെ പ്രവർത്തനമെല്ലാം നിയന്ത്രിക്കുന്നത് പ്രോട്ടീനാണ്. ബ്ലഡ്, പ്രത്യേകിച്ച് ഹീമോഗ്ലോബിൻ, പ്രോട്ടീനാണ് ആശ്രയിക്കുന്നത്. ബോൺസ് ഡെവലപ്മെൻറ്റ്, അസ്ഥികളുടെ സാന്ദ്രത, വൈറ്റമിൻ ഡിയുടെ കൂടെ പ്രോട്ടീൻ വളരെ ആവശ്യമാണ്. മസിൽ ഡെവലപ്മെൻറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മസിൽ ഡെവലപ്മെൻറ്റ്, ബോഡി റെസിസ്റ്റൻസ്, എനർജി, മെറ്റബോളിസം, ഇൻസുലിൻ്റെ ആക്ഷൻ വർദ്ധിപ്പിക്കുന്നത്, ഇതെല്ലാം ചെയ്യുന്നത് ആരാ? മെയിനായിട്ടും പ്രോട്ടീനാണ് ചെയ്യുന്നത്. ഇനി പ്രോട്ടീൻ ഏതൊക്കെ ഫുഡ് സോഴ്സിലാണ് മെയിനായിട്ടും പ്രോട്ടീൻ? നല്ല ഫുഡ് സോഴ്സ് എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ തന്നെ, യാതൊരു സംശയമില്ല. പനീർ, കടല, പയറുവർഗ്ഗങ്ങൾ, നട്ട്സ്, ഇതിലൊക്കെ നല്ല അളവിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 30 to 45% വരെ പനീറിലും കടലയിലും നട്ട്സിലും ഒക്കെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇറ്റ്സ് എ ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ. അതേപോലെ തന്നെ എഗ്ഗിൽ നല്ലൊരു അളവിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. 5 to 7 grams ഓഫ് പ്രോട്ടീൻ എഗ്ഗിൽ അടങ്ങിയിട്ടുണ്ട്. നല്ല കൊത്തിപ്പറിച്ച് കഴിക്കുന്ന കോഴിയുടെ മുട്ടയാണ് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള സോഴ്സ്, ഏറ്റവും നല്ല ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ. പാല്, മിൽക്ക് ഈസ് എ ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ. നടന്ന് മേഞ്ഞ് പുല്ല് തിന്നുന്ന പശുവിൽ നിന്ന് കിട്ടുന്ന പാലിൽ നല്ല സമീകൃത ആഹാരം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റാവുന്ന ഒരു ബാലൻസ്ഡ് ന്യൂട്രീഷനാണ് നമുക്ക് മിൽക്കിൽ കിട്ടുന്നത്. അതേപോലെ തന്നെ ചിക്കനിലുണ്ട് ഒരു 30-35-40% വരെ ചിക്കനിൽ പ്രോട്ടീനുണ്ട്. ബീഫിലുണ്ട്, മട്ടണിലുണ്ട്. ഇതിലെല്ലാത്തിലും പ്രോട്ടീൻ വളരെയധികം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി എത്ര ഗ്രാമാണ് നമുക്കൊരു ദിവസം പ്രോട്ടീൻ ആവശ്യമുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആവറേജ് ആയിട്ടൊരു വ്യക്തി പറയാന്നുണ്ടെങ്കിൽ 1 കിലോ ബോഡി വെയ്റ്റിന് 1 gram ഓഫ് പ്രോട്ടീൻ വേണം. നിങ്ങൾ 60 കിലോ ആണെങ്കിൽ നിങ്ങൾക്ക് 60 gram പ്രോട്ടീൻ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ കിട്ടണം. 70 kg ആണെങ്കിൽ 70 into 1, ഏകദേശം 70 grams ഓഫ് പ്രോട്ടീൻ ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ കിട്ടണം. അതേപോലെ തന്നെ അഡോളസൻ്റ് ആയിട്ടുള്ള വളരുന്ന കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വളർച്ചയുടെ ആവശ്യമാണ്. അവർക്ക് ബോഡി വെയ്റ്റിൻ്റെ 1.25 to 1.5 grams ഓഫ് പ്രോട്ടീൻ പെർ ബോഡി വെയ്റ്റ് ആവശ്യമാണ്. പ്രഗ്നൻസി, ലാക്ടേഷൻ ടൈമിൽ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമാണ് പ്രോട്ടീൻ. അതേപോലെ തന്നെ മെനോപോസ്, ഒരു ആർത്തവം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എബോവ് 50 കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നൊരു സമയമാണ്. ആ സമയത്ത് പ്രോട്ടീൻ വളരെ ആവശ്യമാണ്. അതേപോലെ തന്നെ പ്രായം ചെന്ന ആൾക്കാർ ഒരു 50-60s ഒക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് ശരീരത്തിന് കോശങ്ങൾ ക്ഷയിച്ചു പോകുന്ന അളവ് വർദ്ധിക്കുന്നു. അത് തടയാനും അതേപോലെ തന്നെ റിപ്പയറിനും മെയിൻ്റെനൻസിനും എല്ലാത്തിനും പ്രോട്ടീൻ ആവശ്യമാണ്. ഓൾഡ് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അഡോളസൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, പ്രഗ്നൻറ്റ് ലേഡീസ്, ലാക്ടേഷൻ, ഫിസിക്കലി നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ, എല്ലാവർക്കും ഫിസിക്കലി വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് 1.5 to 1.75 grams വരെ ബോഡി വെയ്റ്റിന് ആവശ്യമാണ്. അപ്പോൾ ഒരു 70 kg ഭാരമുള്ളൊരു വ്യക്തി അത്യാവശ്യം ജിമ്മിലൊക്കെ പോയിട്ട് നന്നായിട്ട് വെയിറ്റ് ട്രെയിനിങ് എടുക്കുന്ന ഒരാളാണ്. ഒരു ദിവസം 100 grams വരെ പ്രോട്ടീൻ ആവശ്യമാണ്. അതിൻ്റെ മുകളിലോട്ട് പോയാലൊക്കെയാണ് കിഡ്നീനെ ലിവറിനെ കാര്യമായിട്ട് ബാധിക്കുന്നത്. ആവറേജ് നിങ്ങൾ കഴിക്കുന്ന പ്രോട്ടീൻ
അതിനേക്കാൾ കൂടുതൽ പോയിട്ടുണ്ടെങ്കിൽ 1-2 ദിവസങ്ങളല്ല വർഷങ്ങളോളം അതിനേക്കാൾ കൂടുതൽ പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സസ് പ്രോട്ടീൻ സംഭവിക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്കൊരു ദിവസം കഴിക്കുന്ന ഡെയിലി ഡയറ്റിൽ ഇത്രയ്ക്കൊക്കെ പ്രോട്ടീൻ നമ്മൾ കഴിക്കുന്നുണ്ടോ? നമ്മൾ മെയിൻ ഫുഡ് സോഴ്സ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റാണ്. അന്നജാഹാരമാണ് നമ്മൾ മെയിനായിട്ടും കഴിക്കുന്നത്. അന്നജത്തിൽ നമ്മൾ ഇന്ന് കഴിക്കുന്ന ഹോൾ ഗ്രെയിൻസ് അല്ല, വൈറ്റ് ഗ്രെയിൻസ് കഴിക്കുന്നത്. അതിൽ പ്രോട്ടീൻ എന്ന് പറഞ്ഞ സാധനം തീരെ അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വി ആർ സീരിയസ്ലി റണ്ണിങ് ഷോർട്ടേജ് ഓഫ് പ്രോട്ടീൻ. അപ്പോൾ പ്രോട്ടീൻ്റെ ഷോർട്ടേജ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പല സംഗതി, ഈവൻ ഏജിങ് വരെ, പ്രായം വരെ കൂടുന്നത് പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് മാത്രമാണ്. ഹീമോഗ്ലോബിൻ, ഹോർമോൺസ്, ഇമ്മ്യൂണിറ്റി, ആൻറ്റിബോഡീസ്, ബോൺസ്, മസിൽസ്, ഇൻസുലിൻ ആക്ഷൻ, ഇതെല്ലാം നിയന്ത്രിക്കുന്നത് പ്രോട്ടീനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോട്ടീൻ കുറവുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സൂചനകളെല്ലാം, ഇത്തരത്തിലുള്ള ഡെഫിഷ്യൻസിയുടെ സൂചനകളെല്ലാം അപ്പോൾ നമുക്ക് കിട്ടി തുടങ്ങുന്നുണ്ടാവും. ആ ഡെഫിഷ്യൻസി നേരത്തെ തന്നെ പരിഹരിക്കാൻ സാധിച്ചാൽ നമ്മുടെ ശരീരത്തിന് അത്രയും സമ്പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ടാവും. വിഷ് യു വെൽത്ത്. താങ്ക് യു.